ഹായ് ഗായ്സ്, വെൽക്കം ടു ബിനീസ് കിച്ചൺ. ഞാനിന്നിവിടെ സാമ്പാർ വടയുണ്ടാക്കാൻ പോകുകയാണ്. അതിനു വേണ്ടി 1 കപ്പ് ഉഴുന്നെടുത്തു. ഉഴുന്ന് 4 മണിക്കൂർ വെള്ളത്തിൽ ഞാൻ കുതിർത്ത് വെച്ചു. അത് കഴിഞ്ഞ് കുതിർത്ത് വെച്ച് നല്ലപോലെ വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത് വെച്ച് മിക്സി ജാറിനകത്താണ് ഞാൻ ഉഴുന്ന് അരിച്ചത്. ഒത്തിരി വെള്ളം ഒഴിച്ച് അരയ്ക്കാൻ പാടില്ല. ഉഴുന്ന് വടയുണ്ടാക്കാൻ ഉള്ളി, പച്ചമുളക്, കുറച്ച് ഇഞ്ചി, നല്ല ജീരകം, കരിയാപ്പില, ആവശ്യത്തിനുള്ള ഉപ്പും എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്യാമേ. വടയ്ക്കുള്ള മാവ് നല്ലപോലെ ഞാൻ മിക്സ് ചെയ്തേ. ഇനി ഇവിടെ ഞാൻ ഒരു ബൗളിൽ ഇച്ചിരി വെള്ളം എടുത്തിട്ടുണ്ട്. ഈ ബൗളിൽ കൈ ഇങ്ങനെ മുക്കിയം വെച്ച് വേണം വട മാവ് കയ്യിലെടുക്കാൻ. അങ്ങനെ ഞാൻ ചൂടെണ്ണയ്ക്കകത്തോട്ട് വട ഉണ്ടാക്കാൻ ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ സോഡയോ ഒന്നും ചേർത്തിട്ടില്ല. അങ്ങനെ നമ്മുടെ വട ആയിക്കൊണ്ടിരിക്കുന്നു, ഉഴുന്ന് വട സൂപ്പർ. അങ്ങനെ ഞാൻ സെക്കൻഡ് ട്രിപ്പ് അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഒത്തിരി ഹൈ ഫ്ലെയിം വെക്കാൻ പാടില്ല, മീഡിയം ഫ്ലെയിമിലേ വെക്കാവൂ. ഇവിടെ നമ്മുടെ അടിപൊളി സോഫ്റ്റ് ഉഴുന്ന വട റെഡി ആയിട്ടുണ്ട്. നോക്കൂ, അതിനകത്ത് സോഡാപ്പൊടിയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർത്തിട്ടില്ല. അതിനകത്ത് ബേക്കിംഗ് പൗഡറോ സോഡാപ്പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല. നല്ല സോഫ്റ്റ് ഉഴുന്ന വട. ഇനി നമുക്ക് ഇതിനകത്ത് സാമ്പാർ ആഡ് ചെയ്യാമേ. ഇവിടെ ഞാൻ ഇച്ചിരി ചൂടുവെള്ളം വച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ ഈ വട അങ്ങോട്ട് ഇടുവാണേ. ഇത് നമ്മളിങ്ങനെ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പിഴിയണം. ഒരു 2 മിനിറ്റ് ഇട്ടാൽ മതി, അതിൽ കൂടുതൽ ഇടല്ല. ഇങ്ങനെ അങ്ങോട്ട് എടുത്തും വെച്ച് ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞ് വിടണം. ചെറിയ ചൂടുവെള്ളത്തിൽ വേണേ. ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞ് വിടണം. ഇനി ഞാൻ അതിനകത്തോട്ട് സാമ്പാർ ഒഴിക്കുവാണേ. സാമ്പാറിനകത്ത് ഇത് കുതിർന്ന് കിടക്കണം. നിങ്ങൾക്ക് അതിനകത്ത് മല്ലിയിലയൊക്കെ ചേർക്കാമേ. ഞാൻ മല്ലിയില ഒന്നും ചേർത്തിട്ടില്ല, കരിയാപ്പില മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇനി ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് പറയാം എങ്ങനെ ഉണ്ടാവും നമ്മുടെ സാമ്പാർ വട. സൂപ്പർ, അടിപൊളി. നമ്മൾ ആ ചൂടുവെള്ളത്തിൽ ഇടുമ്പോഴത്തേക്ക് ഒന്നുകൂടെ സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. നിങ്ങൾ ഇതേ മെത്തേഡിലൊന്ന് ചെയ്ത് നോക്കണേ, സൂപ്പറാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.